അസ്സലാമു അലൈക്കും. എസ് ആർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ നോക്കൂ, നിങ്ങളെ മുന്നിൽ കിടക്കുന്ന എന്താണെന്നുള്ള ഒരു സ്രാഗാണ്. ഒരു നെടുനീളത്തിനുള്ള ഒരു സ്രാഗ് ഫിഷാണ് കിടക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് നോക്കിയാലോ. നമുക്കത് ആദ്യം കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഇതാ ഞാൻ ഇതേമാതിരി ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് പീസാക്കി ഇത് കട്ട് ചെയ്യാം. ആദ്യം ഇതാ നോക്കൂ, കട്ട് ചെയ്ത് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളയാം. ഈ തലയെല്ലാം ഞാനങ്ങ് ഒഴിവാക്കാം. തലയും ഇതെല്ലാം ഞാനങ്ങ് ഒഴിവാക്കാം. മീൻ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ഇപ്പം ഞാൻ തല അങ്ങ് ഒഴിവാക്കി. തലയൊന്നും നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ സ്രാഗ് കട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് ഇതാ നോക്കിക്കാണി. കട്ട് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാണി. നല്ല ഇന്നലെ കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന സാധനമാണ് ഇത്. അത്ര ഫ്രഷാണ്. ഇതാ നോക്കി, ഇത് കട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന്. ഇനി നമുക്കിതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്നൊന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇതിനകത്തോട്ട് ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്. ഈ ചെമ്പിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കണം. ഇതാ നോക്കൂ, ഇത് നമ്മളെ നാട്ടിൽ പറയും പൗഡർ, മീൻ പീര എന്നൊക്കെ പറയും. അറബികൾ പറയും ദിഷീറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ഏതായാലും നമുക്കിത് ഉണ്ടാക്കണം. നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കോളി. ഇതാ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കാണാമല്ലോ. വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. വേറെ മഞ്ഞൾപ്പൊടി മാത്രം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ ഇതിലോട്ടിടണം. ഇതിനകത്തോട്ട് ഇട്ടിട്ട് അടുപ്പിലോട്ട് വെച്ച് ജസ്റ്റ് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാറ്റവും എന്താണ്ട് ഈ തോലെല്ലാം എടുത്ത് കളയാൻ വേണ്ടിയാണ് ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് തിളപ്പിച്ചും കൊണ്ട് വരാം. ഇതാ അടുപ്പിലോട്ട് വയ്ക്കാം. വരും, നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അടുപ്പിലോട്ട് വെച്ചിട്ട് തീ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇതാ ഞാനിപ്പം തീ ഒന്ന് ഓണാക്കി കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യല്ലാ, അതൊന്ന് തിളച്ച് വരട്ടെ. വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കിക്കാണെങ്കിൽ നമ്മളെ മീനിവിടെ ബോയിൽ ചെയ്യാൻ വെച്ചത് അവിടെ തിളച്ച് അതിൻ്റെ തോലെല്ലാം ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതാ ഞാൻ ഇതിലോട്ട് നമുക്കൊന്ന് മാറ്റാം. ഇതാ ഇത് മാറ്റണം എന്തിനെന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കുമ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് തോലെല്ലാം എടുത്ത് കളയണം. കളഞ്ഞിട്ട് ഇതെങ്ങനെയാണ് എടുക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ നോക്കൂ, ഇതാ ഇത് നമുക്കൊന്ന് കൂളാവാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ കൂളാവട്ടെ. കൂളായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. നമുക്ക് സ്രാവ് മീൻ നമ്മൾ തിളപ്പിച്ചെടുത്ത് ഇതാ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇതൊന്ന് മസാല ആക്കാൻ നോക്കാം. ഇതൊന്ന് പൗഡറാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ മസാല എങ്ങനെയാണ് ആക്കണേന്ന് ഒന്ന് നോക്കാം. വരും. അതിന് ഞാൻ ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഇതാ സവാള, ഒരു 3 വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. ഒരു 2 ടീസ്പൂൺ ഇതാ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. 1.5-2 ടീസ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 എരിവില്ലാത്ത പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിയില, പിന്നെ ലാസ്റ്റ് ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം. പിന്നെ അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ മസാലകളാണ്. ഇതാ മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഏലക്ക 1/2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ്. ഓക്കെ. പാപ്രിക പൗഡർ 1/2 ടീസ്പൂൺ. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, അറബിക്ക് മസാല ഇതാ 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാനിത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അറബിക്ക് നെയ്യ് ഇട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഗീ ഇട്ടാണ്. ഇതാ ഈ അറബിക്ക് ഗീ എന്ന് പറഞ്ഞാൽ ഇത് ബട്ടറാണ്. അപ്പോൾ ഇത് നല്ല ഒരു മസാലയൊക്കെ ചേർത്ത് അവർ കാച്ചിയെടുക്കുന്ന നെയ്യാണ്. ഇത് നല്ല ഒരു ടേസ്റ്റാണ് ഈ നെയ്യ്ക്ക്. അപ്പോൾ ഇത് ഞാൻ ഒരു 3 സ്പൂണോളം ഇതിലോട്ട് ഒഴിക്കുന്ന ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ആ ചെമ്പിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. ആ നെയ്യ് ഒന്ന് ചൂടായിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. ഞാൻ ഇതാ നോക്കൂ, നിങ്ങൾ നോക്കൂ,
ഒരു 3 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഉള്ളി, ഗാർലിക്ക്, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കളറാക്കി എടുക്കണം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ കിടന്ന് കളറായി വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് മീനൊന്ന് തയ്യാറാക്കി എടുക്കാം. ഉള്ളി നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്, ഈ ശ്രാഗ് മീൻ പൗഡറാക്കാൻ വേണ്ടി. ഇനി ഈ മീൻ എങ്ങനെയാണ് പൗഡറാക്കാനുള്ള ഇത് തൊലി കളഞ്ഞെടുക്കണേന്ന് നമുക്ക് നോക്കാം. ഈ തോലെല്ലാം കളഞ്ഞെടുക്കണം. എന്താ നോക്കൂ, ഇതിനാണ് തിളപ്പിക്കുന്നത്, ബോയിലാക്കുന്നത് ഇതിനാണ്. അല്ല, ഈ തോലെല്ലാം നമ്മളങ്ങ് ഉരിച്ച് കളയണം. എന്താ നോക്കൂ, ഈ തോലെല്ലാം ഉരിച്ച് കളഞ്ഞിട്ട് ഈ മാംസം മാത്രം എടുക്കണം. ഇതാ നോക്കൂ, നിങ്ങൾ കണ്ടല്ലോ. ഇതേമാതിരി ഈ തോലെല്ലാം ഉരിച്ച് കളഞ്ഞിട്ട്, ഈ തോല് ഉരിച്ച് കളയാൻ വേണ്ടിയാണ് ഇത് തിളപ്പിച്ച് മഞ്ഞപ്പൊടിയിട്ട് തിളപ്പിച്ച് ഇങ്ങനെ എടുക്കുന്നത്. പെട്ടെന്നാവും. ചെറിയ മീനാണ്. ഈ മാംസം മാത്രം ഇതിന് ഇങ്ങനെ എടുക്കണം. നോക്കൂ, ഇതിൻ്റെ മാംസം മാത്രം എടുത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കണം. ഇതേമാതിരി പൊടിച്ചെടുക്കണം. മാംസം നോക്കൂ. എല്ലാ മീനും നമുക്ക് അതേമാതിരി മുള്ളെല്ലാം കളഞ്ഞിട്ട്, ഇതിൽ വലിയ മുള്ളൊന്നുമില്ല, ഈ ഒരു മുള്ള് സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. മറ്റേ ചെറിയ ബോൺസ് അങ്ങനത്തെ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കാനൊക്കെ, കഴിക്കാനൊക്കെ നല്ല ആരോഗ്യത്തിനൊക്കെ സൂപ്പറായി, നല്ല എനർജി, നല്ല എന്തൊരു ശരീരത്തിനൊക്കെ ഭയങ്കര എനർജി കൊടുക്കുന്ന ഒരു മീനാണല്ലോ ശ്രാഗ് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും എനർജി കിട്ടുന്ന ഒരു മീനാണിത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പലരും പല രീതിയിലുണ്ടാക്കും. ഞാൻ ഇതേമാതിരി ഉണ്ടാക്കും, ഇതേമാതിരിയും കൂടി ഉണ്ടാക്കും. ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കും. ഇതേമാതിരി നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. കാണാമല്ലോ, നോക്കിക്കാണി. സവാള ഇവിടെ ഇതേമാതിരി കളറായിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ. അതിൻ്റെ നമുക്ക് ഇനി ഇത് ഈ പൊടിച്ച് വെച്ച മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച മീൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിലോട്ട് ഈ മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയേ ഇടാവും. ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ തോരൻ വയ്ക്കും പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം പിരിന്ന് നല്ല പൗഡറായിട്ട് കിട്ടും നമുക്കിത്. ഇനി അങ്ങനെ വലിയ ചെറിയൊരു കഷ്ണം അതിൻ്റെ അസ്ഥി കണക്കുള്ളത് നോക്കിക്കാണി. നല്ല ഇളക്കി കൊടുക്കുമ്പോൾ നല്ല പൗഡറായിട്ട് കിട്ടും ഇത്. നോക്കിക്കോളി, ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കോളി ഇങ്ങനെയാണെന്നുള്ളത്. ഇളക്കി കൊടുത്തിട്ട് നോക്കിക്കാണി. ഇനി ഞാൻ ആ ഒരു നാരങ്ങയുടെ ജ്യൂസ് ഇത്ര ജ്യൂസ് എടുത്തു. മീൻ പൗഡർ കുറച്ചേ ഉള്ളെങ്കിൽ നാരങ്ങ കുറച്ചേ ഒഴിക്കാവൂ. ആവശ്യമില്ല, അല്ലെങ്കിൽ പുളി കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പം ഞാനത് കുറച്ച് നാരങ്ങ ജ്യൂസ് കൂടെ അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ഇനി നമുക്ക് ചെറിയ തീയിൽ നമുക്കൊന്ന് മൂടിയിടാം. ചെറിയ തീയിലൊന്ന് മൂടിയിടുമ്പോൾ നല്ല പൗഡറായിട്ട് വരും. അതിനൊന്ന് മൂടിയിടാം. നമുക്ക് ചെറിയ തീയിലൊന്ന് മൂടിയിട്ട് ഇളക്കി കൊടുക്കാം. പൗഡർ ഫിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പൗഡർ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന്. മാഷാ അല്ലാ.